ഒറ്റപ്പാട്ടിലൂടെ സോഷ്യൽ മീഡിയ വഴി 1 മില്യണിലധികം ആസ്വാദകരെ സ്വന്തമാക്കിയ ശ്രീധരൻ നമ്പ്യാർക്ക് ശ്രീധരഗീതം പരിപാടിയിലൂടെ ആദരം നൽകി കണ്ണൂർ ടൗൺ സ്ക്വയർ സിംഗേഴ്സ് ചേംബർ ഹാളിൽ നടന്ന പരിപാടി പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. പാട്ടിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾ കേൾക്കുകയും അത് ആസ്വദിക്കുകയും പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ്. സംഗീതം അത് പ്രകൃതിയുടെ ഒരു നാദവിസ്മയമാണ്. പ്രപഞ്ചത്തോളം പ്രതിഷേധമായതാണ് സംഗീതം. ആ സംഗീതത്തിന് ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, ലോകചക്രവാളത്തിൽ അതിർവരമ്പുകളുമില്ല. അതെല്ലാം ഉന്നയിച്ചുകൊണ്ട് നടക്കുന്ന വ്യാപരിക്കുന്ന പ്രകൃതിയുടെ അനശ്വരമായ മഹാചൈതന്യമാണ് സംഗീതം. ലഹരിക്കെതിരെ പാട്ട് ലഹരി എന്ന പേരിൽ തളാപ്പ് രാജേന്ദ്ര പാർക്കിൽ നടന്ന ഗാനസന്ധ്യയിൽ റിട്ടയർഡ് എഞ്ചിനീയർ കൂടിയായ ശ്രീധരൻ നമ്പ്യാർ പാടിയ പാട്ടാണ് വൈറലായത്. പതിനായിരത്തോളം കമന്റാണ് ഇദ്ദേഹത്തിന് ലഭിച്ചത്. സംഗീത പാരമ്പര്യമുള്ള കുടുംബമാണ് ശ്രീധരൻ നമ്പ്യാരുടേത്. ചെറുപ്രായത്തിൽ സംഗീതം അഭ്യസിച്ചുവെങ്കിലും പിന്നീട് എഞ്ചിനീയറായി ജോലിയിൽ പ്രവേശിച്ചതോടെ സംഗീതത്തെ തുടർന്നു കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. റിട്ടയർമെന്റിനു ശേഷം സംഗീതത്തെ വീണ്ടും ചേർത്തുപിടിച്ചെന്ന് പറഞ്ഞ ശ്രീധരൻ നമ്പ്യാർ വൈറലായ ഗാനം ഒരിക്കൽ കൂടി ആലപിച്ചു. ലഹരിക്കെതിരെ പാട്ടിനെ ലഹരിയാക്കി പാടിപ്പാടി വൈറലായ ഒരാൾ 13 ലക്ഷത്തിലധികം വരുന്ന സംഗീത ആസ്വാദകരെ സ്വന്തമാക്കിയാൽ നമ്മുടെ സ്വന്തം ശ്രീധരേട്ടൻ സിറ്റി ചാനലിനൊപ്പം ആണ്. ശ്രീധരേട്ട, ഈ പാട്ട് ഒരു ദൈവാനുഗ്രഹമാണ്. അത് പാടാൻ കഴിയുന്നതൊരു ഭാഗ്യമാണ്. ഇപ്പോൾ കണ്ണൂർ സ്ക്വയർ സിംഗേഴ്സ് ഇന്ന് ശ്രീധരേട്ടന് ഇവിടെ ഒരു ആദരം നൽകുന്നുണ്ട്. ശരിക്ക് ഈ പാട്ടിന് കിട്ടുന്നൊരു അവാർഡല്ലേ അത്? അതെ, ഇത് ഞാൻ മിക്ക ദിവസങ്ങൾ ആഴ്ചയിൽ 3 ദിവസമെങ്കിലും അവിടെ പോയിട്ട് അവരുടെ കൂടെ പോയി പാടാറുണ്ട്. ഈ അവസരം എന്ന് പറഞ്ഞത് ഒരു നിമിത്തം, ദൈവ നിമിത്തമാണ്. കാരണം ഇത് ഞാൻ പ്രതീക്ഷിച്ചതൊന്നുമല്ല. ഞാൻ ഇതേ പാട്ട് തന്നെ പല സ്ഥലങ്ങളിലും പാടിയതാണ്. പക്ഷേ AKG ഹോസ്പിറ്റലിന് മുമ്പിൽ ഒരു പാർക്കുണ്ട്, രാജേന്ദ്ര പ്രസാദ് പാർക്കിലാണ് വെച്ച് പാടിയപ്പോൾ, അതും ഏറ്റവും ലാസ്റ്റ് പാട്ടായിരുന്നു ഇത്. പാടിയപ്പോൾ തന്നെ ആരും വീഡിയോ എടുക്കാൻ പോലും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരാളോട് പറഞ്ഞപ്പോൾ പറഞ്ഞു ഹാങ് ആയിപ്പോയി, ഇതൊന്നും നടക്കാത്ത കാര്യമാണെന്ന് പറഞ്ഞു. അവസാനം അവിടുത്തെ ദൂരെ ഇരിക്കുന്ന ഒരാളോട് എൻ്റെ ഭാര്യ പറഞ്ഞു ഒന്ന് എടുക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഇത് എടുക്കുന്നതും. അദ്ദേഹം വളരെ ട്രിം ചെയ്ത് ചെറിയ ഷോർട്ടായിട്ട് എടുത്തു. അത് അയാളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തു. പിറ്റേന്ന് രാവിലെ എൻ്റെ ഒരു കസിൻ എറണാകുളത്ത് നിന്ന് പറയുന്നു, ചിറ്റപ്പ നിങ്ങളുടെ പാട്ട് വൈറലായിട്ടെന്ന് തോന്നുന്നു, കറങ്ങി തിരിഞ്ഞ് എവിടേക്ക് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെയാണ് വിളിക്കുന്നത്. 800 പേര് ഇതിൽ അന്ന് ഓൾറെഡി കണ്ടു. വൈകുന്നേരം പറയുന്നത് 8000 പേരായിരുന്നു. അങ്ങനെ ഒരു 4-5-6 ദിവസം കൊണ്ട് ഇതൊരു 1 മില്യനായി തീർന്നു. അതൊരു വലിയൊരു സംഭവം തന്നെയാണ്. ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം. ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നു. ഡോക്ടർ സുരേഷ് നമ്പ്യാർ, ഹാരിസ് മരക്കാർക്കണ്ടി, സിദ്ദിഖ് തുടങ്ങിയവർ പാട്ടുപാടി സദസ്സിന്റെ കയ്യടി നേടി. കവിയും ഗാനരചയിതാവുമായ VT മുരളി മുഖ്യാതിഥിയായി. ഡോക്ടർ സുരേഷ് നമ്പ്യാർ, ഡോക്ടർ മേരി ഉമ്മൻ, റഷീദ് കവായി, സജീവൻ ചെല്ലൂർ, ജയരാജൻ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. വർഷങ്ങളായി കണ്ണൂരിലുള്ള സംഗീത കൂട്ടായ്മയാണ് ടൗൺ സ്ക്വയർ സിംഗേഴ്സ്. സംഗീതത്തിന് പ്രായം ഒരു തടസ്സമല്ല. ഇത്രയും നല്ല ശബ്ദമാധുര്യത്തോടുകൂടി പാടാൻ കഴിഞ്ഞ ശ്രീധരേട്ടന് ഇനിയും ഒരുപാട് ഗാനങ്ങൾ ആലപിക്കാൻ കഴിയട്ടെ. ക്യാമറമാൻ രഞ്ജിത്തിനൊപ്പം ജയദേവൻ, സിറ്റി ന്യൂസ്, കണ്ണൂർ.